അപ്പോൾ വീണ്ടും വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോസ് വ്ളോഗ്. ഓട്ടോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ റിനോൻ്റെ 2015 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തൊരു മികച്ച വാഹനത്തിനാണ് റിനോൻ്റെ ക്വിഡ് എന്ന് പറയുന്നത്. സാധാരണ കുടുംബത്തിനും ഒരു സാധാരണക്കാരനായ ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഓട്ടോമാറ്റിക് തൊട്ട് മാനുവൽ വേരിയൻറ്റുകളും എല്ലാം ഇറക്കിയ ഒരു നല്ല കാർ തന്നെയായിരുന്നു ക്വിഡ്. അപ്പോൾ ക്വിഡിൻ്റെ ഓണേഴ്സ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ വണ്ടിയെക്കുറിച്ചുള്ള ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമ്മൾ ഓണേഴ്സ് റിവ്യൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയിരിക്കുക. റിനോ ക്വിഡിൻ്റെ ഏറ്റവും കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒരു സാധാരണ കുടുംബക്കാർക്ക് പറ്റിയ ഒരു നല്ലൊരു ഹാച്ച് ബാക്ക് തന്നെയാണ് ക്വിഡ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന കാറുകളിൽ ഏറ്റവും നല്ല വീൽ ബേസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം വണ്ടിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ ഓഫ് റോഡുകൾ പോകുന്ന സമയത്താണെങ്കിൽ പോലും, അത്യാവശ്യം ഗട്ടർ റോഡുകളാണെങ്കിൽ പോലും വണ്ടി അടി ഇടിക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനിയും ക്വിഡിനെ കുറിച്ച് പറയുമ്പോൾ, ഈ വണ്ടിയുടെ ഡിസൈൻ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഒരു മിനി SUV എന്നൊരു ടൈപ്പിലാണ് ഈ ഒരു ഹാച്ച് ബാക്ക് കാറിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2018 ജനുവരിയിൽ ആദ്യം എടുത്ത RXL ഓട്ടോമാറ്റിക് മോഡലാണ് ഈ ക്വിഡ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആദ്യം കാണുന്ന റിനോ ഒരു ലോഗോ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മറ്റു കാറുകളിലെല്ലാം കണ്ടിരിക്കുന്ന പോലെ തന്നെ സെയിം ആയിട്ടാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ഗ്ലാഡിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. അടി തട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഇടിച്ചു പോകാനുള്ളൊരു സാധ്യത അതിന് കൂടുതലായിട്ടും ഉണ്ട്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് കാറിനകത്താണ് ഇതിനകത്ത് വരുന്ന ഇൻ്റഗ്രേറ്റഡ് മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തോടു കൂടി വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ട രീതിയിൽ, ഇപ്പം അത്യാവശ്യമായുള്ള നല്ല നല്ല സ്പേസുകൾ വണ്ടിക്കുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബോസ് ആണെങ്കിലും ഒത്തിരി ഇടയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വണ്ടിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വെക്കാത്ത രീതിയിലുള്ളൊരു ഇടകൾ ഗ്ലോബോക്സിനുണ്ട്. പിന്നെ ഈ ഇൻറ്റീരിയർ വന്നിരിക്കുന്ന മെറ്റീരിയൽ നമുക്കിപ്പോൾ ഇതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടിക്ക് ഉചിതമായൊരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് അല്ല, അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആണ്. അപ്പോൾ ഗിയറിൻ്റെ ഇവിടെയാണ്, ഈ ഒരു സൈഡിലേക്കാണ് ഇതിനകത്ത് ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് 3 ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ ഇപ്പം എൻ്റെ ഹൈറ്റ് വെച്ച് ഞാനിപ്പോൾ ഏറ്റവും സീറ്റ് പുറകോട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാനൊരു സ്വല്പം കൂടെ മുന്നോട്ട് കയറി ഇരുന്നാൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വിസിബിലിറ്റി, ഇപ്പം ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ലൊരു വിസിബിലിറ്റിയാണ്. ഇപ്പം വണ്ടിയുടെ ഫ്രണ്ട് കറക്റ്റായിട്ട് കാണാം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ആദ്യമായിട്ട് ഇത് ഓടിക്കുന്ന ആൾക്ക് ഈ ഇടത്ത് സൈഡിൽ വരുമ്പോഴത്തേന് ഈ ഒരു പൊക്കമുള്ളത് കൊണ്ട് ആ ഒരു ഫ്രണ്ടിലെ കാര്യങ്ങൾ അത്രയും ക്ലിയർ ആകാനുള്ള ചാൻസ് ഇല്ല. അത് ഓടിച്ച് പഠിക്കുന്ന രീതിയിൽ അത് ക്ലിയർ ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വണ്ടിയുടെ ഇപ്പം ഈ ഒരു പെട്രോൾ എഞ്ചിൻ വെച്ച് ഇപ്പം മറ്റൊരു പോരായ്മയെന്ന് പറയുന്ന, വണ്ടിയുടെ എഞ്ചിൻ നോയ്സ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇൻറ്റീരിയറിൽ അത്രയും നമുക്ക് എഞ്ചിൻ നോയ്സ് നമുക്ക് അറിയുന്നില്ല. വണ്ടിയുടെ മൊത്തത്തിലുള്ള സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെളിയിൽ നിന്നുള്ള എഞ്ചിൻ നോയ്സ് വളരെയധികം കൂടുതലാണ്. പിന്നെ ആദ്യമൊക്കെ സമയങ്ങളിൽ ഒരു ചെറിയൊരു ലാഗ്, ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തല്ലേ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് അനുഭവപ്പെടും. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ചെറിയൊരു പമ്മൽ പോലെ ചില സമയങ്ങളിൽ വരാറുണ്ട്. അത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷനിലൂടെ അത് മാറ്റി അവർ കൊടുക്കുന്നതാണ്. ഞാനിരിക്കുന്നത് നമ്മുടെ റിയർ സീറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഹൈറ്റ് ഏകദേശം 6 അടി 1 ഇഞ്ചോളം എൻ്റെ ഹൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിപ്പം സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പുറകോട്ട് ഇറക്കാണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും എനിക്ക് ഓക്കെ എന്ന രീതിയിൽ നമുക്ക് കംഫോർട്ടായിട്ട് ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ എനിക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ ഈ ഒരു സൈഡിൽ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നിങ്ങളെ ഞാൻ കാണിക്കുവാണ്. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള കാറിന് നല്ല രീതിയിൽ തന്നെയുണ്ട്. പിന്നെ ബാക്കി പുറകിലിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു സീറ്റിൻ്റെ ഒരു പ്രശ്നം, അതിപ്പം നീളമുള്ള ഒരാൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വിഷയം വരുന്നില്ല. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നമുക്ക് നല്ലൊരു സ്പേസ് ഇൻറ്റീരിയറിൽ തരുന്നൊരു കാർ തന്നെയാണ് ക്വിഡ്. ഏകദേശം 300 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം,
ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ വലുപ്പം ഉള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. ഇപ്പം അത്യാവശ്യം നമുക്ക് ഒരു നോർമൽ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. വളരെ വീതി കുറഞ്ഞ വഴികളിലൂടെ വളരെ എളുപ്പം തന്നെ അനായാസം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ചില സമയങ്ങളിൽ വരുമ്പോൾ ഇടത്ത് സൈഡിലെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലെ വരുന്ന സമയങ്ങളിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് മറ്റ് ഇയോൺ പോലത്തെ കാറുകൾ ഓടിച്ചവർ ഇതിലേക്ക് ഓടിക്കുമ്പോൾ അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. 999cc 3 സിലിണ്ടർ ഗ്യാസോലിൻ എഞ്ചിനാണ് റിനോ ക്വിഡിൽ വരുന്നത്. 5500 RPM 68 PS പവറും അതുപോലെ തന്നെ 4250 RPM 91 Nm/m ടോർക്കുമാണ് ഈ വണ്ടിയുടെ പവർ. ഈ കൂടുതലായിട്ടും ഞാനത് ഓടിച്ച സമയത്ത് ഫീൽ ചെയ്ത മെയിൻ കാര്യങ്ങളൊന്ന് സിറ്റി ഡ്രൈവിനാണ് ഇത് കൂടുതലും മികച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യ സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉള്ള സൗണ്ട് വണ്ടിക്കകത്ത് കേട്ടില്ലെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്കകത്തേക്ക് വണ്ടിയുടെ എഞ്ചിൻ നോയ്സ് നല്ലതായിട്ട് കയറുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അത് ചെറിയ അലവസരം ഉണ്ടാക്കുന്നതാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു മെയിൻ പ്രശ്നം ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കറക്റ്റ് പ്രോപ്പർ വേയിലല്ല പോകുന്ന കാരണം പല സമയത്തും നമ്മൾ ഓടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പുറകിലേക്കൊന്ന് വലിച്ച് ലാഗ് ചെയ്യുന്നൊരു ഫീല് വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഈവൻ ഒരു ഗിയർ ബോക്സിൻ്റെ അപ്ഗ്രഡേഷൻ കഴിഞ്ഞ വണ്ടിയാണ്, എന്നിരുന്നാൽ പോലും ആ ഒരു ഫീൽ ഭയങ്കരമായിട്ടുണ്ട്. ഓടിക്കുന്നതിൽ പല സമയത്ത് നമ്മൾ ഹൈ റേഞ്ച് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേന് ഇത് നമുക്ക് വല്ലാത്ത രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. 1 ലിറ്റർ എഞ്ചിൻ വെച്ച് വണ്ടിക്ക് വെയിറ്റ് കുറവുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നത്. ഒരു നല്ലൊരു സ്പീഡിലേക്ക് വണ്ടി ഓടിക്കയറി കഴിയുമ്പോൾ ഒരു ചില സമയങ്ങളിലുള്ള ഓവർടേക്കിംഗ് ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓട്ടോമാറ്റിക് ഗിയറിനെക്കാട്ടിൽ നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ എല്ലാവരും ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് മാനുവൽ ഗിയർ ബോക്സ് തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ആയിട്ട് ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ 1000 cc ഉള്ള വണ്ടിയാണ്, വണ്ടിക്ക് വെയിറ്റ് കുറവാണ് ഈ ഒരു എഞ്ചിൻ ടു ബോഡി റേഷ്യോ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വരുന്ന സമയത്ത് നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി അറിയണമെങ്കിൽ നമുക്ക് എൻ്റെ ഓണേഴ്സിൻ്റെ റിവ്യൂ കേൾക്കാം. ഈ ഒരു വർഷം ഓടിച്ചതിൽ പറ്റിയ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള നമ്മുടെ ക്വിഡിൻ്റെ ഓണർ വിഷ്ണു ചേട്ടനാണ്. അപ്പോൾ വിഷ്ണു ചേട്ടാ, അപ്പം ഏകദേശം 1 വർഷത്തോളമായി വണ്ടി എടുത്ത് വെച്ച്. അപ്പോൾ 1 വർഷത്തോളം ഉണ്ടായെന്ന് വെച്ചിപ്പം നമ്മുടെ ഇരിക്കുന്ന ഈ ഓട്ടോമാറ്റിക് കാറ് വിഷ്ണു ചേട്ടൻ്റെ ഒരു യൂസ് ചെയ്തതിനുള്ള ഒരു ഓണേഴ്സിൻ്റെ റിവ്യൂ ആണ് നമുക്കിപ്പോൾ നമ്മൾ ചോദിച്ചറിയാം. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാർ, അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടാ, ഇപ്പം ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴത്തെ ഒരു വേരിയൻ്റ് ആണ് ഓട്ടോമാറ്റിക് ഉള്ള. ഈ 1 വർഷത്തിനിടെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ക്വിഡ് എന്ന് പറയുന്ന കാർ തന്നെ ശരിക്കും വന്നിരിക്കുന്നത് ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ, ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാറായിട്ടാണ് ക്വിഡ് ഇറങ്ങിയത്. ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എങ്ങനായിരുന്നു ഈ 1 വർഷത്തിനിടയ്ക്ക് ക്വിഡുമായിട്ടുണ്ടായിരുന്ന ഒരു വിലയുടെ കാര്യത്തിൽ നോക്കിയാൽ സാധാരണക്കാരന് പറ്റുന്ന ഒരു റേഞ്ചിലുള്ള കാറാണിത്. പിന്നെ വൈഫിന് ഓടിക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതുകൊണ്ട് ആണ് ഓട്ടോമാറ്റിക് എടുത്തത്. ഓട്ടോമാറ്റിക്കിൻ്റെ വില വെച്ചും മറ്റ് കാറുകളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിന് കുറവാണ്. പിന്നെ എനിക്ക് ഇതെടുത്തതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ലാഗ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കയറി പോകുമെന്നൊരു സംശയത്തിൽ പേടിയായിരുന്നു. ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും പുറകോട്ട് വലിക്കുന്ന പോലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി. അത് തന്നെ ഇടയ്ക്ക് ഗിയർ ചേഞ്ചിങ്ങിനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ഞാൻ അവിടെ ഷോറൂമിൽ കൊണ്ടു ചെല്ലുകയും അവരത് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഗിയർ ബോക്സ് പുതിയ വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഗ്യാരണ്ടി തന്നെ നമ്മുടെ ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്തു തന്നു. പുതിയ അടുത്ത വെർഷനിലേക്ക് ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്ത് തന്നപ്പോഴത്തേക്കും ആ പ്രശ്നം മാറി. കാര്യം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ലാഗ് അനുഭവപ്പെടുവോ. അപ്പോൾ നേരത്തെ ആദ്യത്തെ ഗിയർ ബോക്സിലെ വിഷയം എന്താണെന്ന് നമ്മൾ കയറ്റമൊക്കെ കയറുമ്പം ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് പുറകെ വരുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്ത പോലെ തോന്നും. ചവിട്ടി നിർത്തിയിട്ട് പെട്ടെന്ന് ഒറ്റ ഇതിലാണ്. അപ്പോൾ അവൻ പുറയിൽ ലോറിക്കാരൊക്കെ ചവിട്ടി നിർത്തുകയും നമ്മൾ അടുത്ത സെക്കൻഡ് ഗിയർ മാറി പെട്ടെന്ന് അങ്ങ് പോവും. അപ്പോൾ അവൻ വിചാരിക്കുന്നത് നമ്മൾ അവൻ്റെ മനഃപൂർവ്വം അവൻ്റെ പണി കൊടുത്താണെന്നുള്ളൊരു തോന്നൽ വരുമായിരുന്നു.
ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്തോടപ്പോഴത്തേ ആ പ്രശ്നം മാറി. അങ്ങനെ ഗിയർ ലാഗോ അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതെ വന്നു. അങ്ങനെ കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് വീണ്ടും ഗിയർ ബോക്സിനൊരു കംപ്ലൈൻറ്റ് പോലെ കാണിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന് കംപ്ലൈൻറ്റ് കാണിക്കുകയും വീണ്ടും കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടത്തിനിടയ്ക്ക് ഗിയർ ന്യൂട്രലായി പോവാണ്. മോബ് ഡ്രൈവേലാണ് കിടക്കുന്നത്. പക്ഷേ വണ്ടി ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ന്യൂട്രൽ ഇതിങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും, ഡാഷ്ബോർഡിൽ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ പുതിയ സോഫ്റ്റ്വെയറിനുള്ളൊരു കംപ്ലൈൻ്റ് ആണ്, അത് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്ത് തന്നു. സോഫ്റ്റ്വെയർ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് തന്നു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റിലും സെക്കൻഡിലും ഒരു സൗണ്ടായി. സൗണ്ട് ഇങ്ങനെ ടക്കെന്നിങ്ങനെ ഗിയർ വീഴുന്ന ഒരു സൗണ്ട് ഈ ആദ്യം തൊട്ടേ ഫസ്റ്റിനും സെക്കൻഡും മാത്രമേ വിഷയമുള്ളൂ. ബാക്കിയുള്ള ഒരു ഗിയർ വളരെ സ്മൂത്തായിട്ടാണ് ഓടുന്ന വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റിനും സെക്കൻഡിലുമാണ് പ്രശ്നങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും ആണ് വണ്ടിയുടെ 1 വർഷത്തേക്കും കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് സർവീസ് വന്നത്. അങ്ങനെ സെക്കൻഡ് സർവീസിൽ അത് അവർ ഗിയർ ഇതിൽ അതിൻ്റെ ഓയിലൊക്കെ ഇട്ട് എന്ന് തോന്നുന്നു, അത് ലൂബ്രിക്കേഷനൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇപ്പം നോർമലിലാണ്, കുഴപ്പമില്ല ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു 2-3 കംപ്ലൈൻറ്റ് വന്നു എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. ഈ 1 വർഷത്തിനിടയ്ക്ക് ഓരോ തവണയും സർവീസിലേക്ക് പോകുമ്പോൾ അവരെങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ? അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടപെടലാണ്. നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾ അവരെ നോക്കുകയും വണ്ടി ഓടിച്ചു നോക്കുകയും അപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. പിന്നെ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കാർ ഒരു സാധാരണക്കാരൻ എടുക്കുമ്പം ഇങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വർഷം പോലും തികയാത്ത കാർ 3-4 തവണ നമ്മൾ സർവീസ് സെൻ്റർ കയറുന്നപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട്. അവർ ചെല്ലുമ്പോഴേ അത് പരിഹരിച്ച് തരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ചെറിയ നിസാര പ്രോബ്ലങ്ങളാണ്. പക്ഷേ അതൊരു പുതിയ കാറിനെ സംബന്ധിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പുതിയ കാർ ഇങ്ങനെ കൊണ്ട് കയറ്റി ഇറക്കുന്നത് അല്ല, വേറെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം. സർവീസിനൊന്നും വിഷയമൊന്നുമില്ല. ഈ ഒരു കാർ ഇപ്പം പുതിയ ഒരാളിലേക്ക് ഈ ഒരു കാർ എടുക്കാൻ പോകുന്ന ആൾക്കാരോട് അല്ലെ കസ്റ്റമറോട് എന്താണ് ഇപ്പം പുതിയതായിട്ട് വരുന്ന ക്വിഡിൻ്റെ ഈ ഒരു മോഡൽ എടുക്കാൻ പോകുന്നവരോട് എന്തുകൊണ്ട് പറയാനുള്ളത്? ഇതിപ്പം എനിക്കൊന്നും നല്ലത് ഓട്ടോമാറ്റിക്കിനേക്കാളും കുറച്ചുകൂടെ നല്ലത് മാനുവൽ വേരിയൻ്റ് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു എനിക്കൊന്നൊരു പരീക്ഷണ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പം കിഡിപ്പം ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത മോഡൽ അവരിറക്കി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ വണ്ടി. മറ്റ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും, പുറകോട്ട് ഉരുളായിരിക്കാനായിട്ട് ലേഡീസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പോൾ കിഡിൻ്റെ അടുത്ത വേരിയൻറ്റ് വന്നപ്പോൾ ആ അപ്ഡേഷൻ അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഈ കാറിൻ്റെ മോഡൽ പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു പരീക്ഷണ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഓരോരോ കുറവുകൾ പരിഹരിച്ചാണ് വരുന്നത്. ഇപ്പം പുതിയ മോഡലിൽ ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ മൂവ് ചെയ്യുന്നൊരു ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്ന കാരണം അപ്ഡേഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു 1 ലിറ്റർ എഞ്ചിന് വെച്ച് ഇപ്പം ആ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി യാത്രാസുഖം, വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫോർട്ട്, അതുപോലെ തന്നെ ഇപ്പം അത്യാവശ്യമുള്ള ചെറിയ ഓഫ് റോഡ് വഴികളൊക്കെ പോകുമ്പോഴും അങ്ങനത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? കാരണം നല്ല ഒതുക്കമുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതായിട്ടുള്ളതുകൊണ്ട് അടി അങ്ങനെ പെട്ടെന്ന് ഇടിക്കത്തില്ല, തട്ടത്തൊന്നുമില്ല. പിന്നെ ന്യായമായ സ്പേസ് പുറകിൽ കാറിൻ്റെ ഡിക്കിക്കും അകത്തും ന്യായമായ സ്പേസ് ഉണ്ട്. പിന്നെ ഏറ്റവും കാര്യം വില ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു സൗകര്യവും സ്പേസും കാണാനുള്ള ലുക്കും ഒക്കെ വെച്ച് സാധാരണക്കാരന് പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു മാനുവൽ വേരിയൻ്റ് ആണ് നല്ലതെന്ന് തോന്നുന്നു. ഒരു പോരായ്മയെന്ന് പറയുന്നത് തന്നെ ഇപ്പം പവർ സ്റ്റിയറിങ് ഒരു കുറച്ച് ടൈറ്റാണ് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഞാൻ പൊതുവെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നില്ല. സ്റ്റിയറിംഗ് പ്രോബ്ലം അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ മഡ്ഗാർഡ് പോലുള്ള ഭാഗങ്ങൾ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതുണ്ട്. സൈഡ് എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വരുന്നുണ്ടെന്ന് ചുറ്റും വരുന്നത്. മൊത്തത്തിൽ തൃപ്തനാണോ? ക്വിഡ് വേണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലേ, മാനുവൽ വേരിയൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇത്ര നേരം നമ്മളോട് വീഡിയോ ചെയ്തതിന് വളരെ നന്ദി.